അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സൈദുൽ വി ചെർപ്പശ്ശേരിയുടെ പ്രിയപ്പെട്ട അഭികൾ, ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു പൂങ്കാവനാണ് കാണിച്ചു തരാൻ പോകുന്നുണ്ട്. 1 ഏക്കർ 3 സെന്റ് സ്ഥലം, 2700 സ്ക്വയർ ഫീറ്റ് വീട്, പശു ഫാം, മീൻ ഫാം തുടങ്ങി എല്ലാം പാടെ ഒറ്റപ്പാലം താലൂക്കിലാണ്. ഒറ്റപ്പാലം ടൗണിൽ നിന്ന് 7 കിലോമീറ്റർ ചുറ്റളവിലാണ്. പ്രിയപ്പെട്ട എൻ്റെ ഹബീബുകൾ, നല്ല മീൻ വളർത്തുന്ന ഫാമാണ്. ചെറിയ വിലയിൽ വാങ്ങിക്കോളി. 1 ഏക്കർ 3 സെന്റ് സ്ഥലമുണ്ട്. പ്രിയപ്പെട്ട ഹബീബുകളെ കണ്ട ഉടനെ ഷെയർ ചെയ്യണല്ലേ. നല്ല ലാഭമുള്ള കച്ചവടമാണ്. ആവശ്യക്കാർ വേഗം വന്നോളി. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇതാണ് നമുക്ക് ടാറിംഗ് റോഡിൽ നിന്ന് ആകെ 50 മീറ്ററാണ് മണ്ണ് റോഡ്. അതാകെ വീടല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ വാഹനങ്ങൾ എല്ലാ വാഹനം വരെയുള്ള സൗകര്യമുണ്ട്. ബസ് റോഡിൽ നിന്ന് നമുക്ക് 300-400 മീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ വയ്ക്കുകയാണെങ്കിൽ വാഴ, അതേപോലെ തന്നെ കവുങ്ങ്, ഇങ്ങനെ തെങ്ങും തൈ, ഇതൊക്കെ വെച്ചൊക്കെ നമ്മുടെ പ്രോപ്പർട്ടി. ഇവിടുന്ന് കാണുന്നതൊക്കെ, ഈ കാണുന്നതൊക്കെ 1 ഏക്കർ 3 സെന്റ് സ്ഥലമുണ്ട്. അതേപോലെ തന്നെ ഈ വീടിൻ്റെ കോമ്പൗണ്ടാണ് ഈ കാണുന്നത്. ഈ വീടിന്റെ കോമ്പൗണ്ടിൽ ഇങ്ങോട്ട് വേറെ കാര്യം പറയുന്നത്, ഇതിൽ നല്ലൊരു കുളമുണ്ട്, ഫാമുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബുകൾ, നിങ്ങൾക്ക് ഇതൊക്കെ കാണാം. കേട്ടോ, ആ തെങ്ങുമത്തെ കായ്ഫലൊന്ന് കാണിച്ചു കൊടുത്താൽ ഇതേപോലെ എല്ലാ തെങ്ങും നല്ല കായ്ഫലുള്ള തെങ്ങ്, നല്ല ഉഷാർ തെങ്ങുകൾ. അതേപോലെ തന്നെ നമുക്ക് കുളം കണ്ടോ, കുളത്തിലൊക്കെ മീനിങ്ങനെ കാണണം നിങ്ങൾ. ഈ മീൻ കാണിച്ചു കൊടുത്താ കണ്ടോ, മീൻ കണ്ടില്ലേ നിങ്ങൾ? എന്താ അതിന്റെ ഭംഗി കണ്ടില്ലേ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ? അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇതാണ് നമുക്ക് ടാറിംഗ് റോഡിൽ നിന്ന് ആകെ 50 മീറ്ററാണ് മണ്ണ് റോഡ്. അതാകെ വീടല്ലേ. അപ്പൊ നമുക്കിങ്ങനെ വാഹനങ്ങൾ എല്ലാ വാഹനം വരെയുള്ള സൗകര്യമുണ്ട്. ബസ് റോഡിൽ നിന്ന് നമുക്ക് 300-400 മീറ്ററിന്റെ ഉള്ളിൽ മാത്രമാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ വയ്ക്കുകയാണെങ്കിൽ വാഴ, അതേപോലെ തന്നെ കവുങ്ങ്, ഇങ്ങനെ തെങ്ങും തൈ, ഇതൊക്കെ വെച്ചൊക്കെ നമ്മുടെ പ്രോപ്പർട്ടി. ഇവിടുന്ന് കാണുന്നതൊക്കെ, ഈ കാണുന്നതൊക്കെ 1 ഏക്കർ 3 സെന്റ് സ്ഥലമുണ്ട്. അതേപോലെ തന്നെ ഈ വീടിന്റെ കോമ്പൗണ്ടാണ് ഈ കാണുന്നത്. ഈ വീടിന്റെ കോമ്പൗണ്ടിൽ ഇങ്ങോട്ട് വേറെ കാര്യം പറയുന്നത്, ഇതിൽ നല്ലൊരു കുളമുണ്ട്, ഫാമുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബുകൾ, നിങ്ങൾക്ക് ഇതൊക്കെ കാണാം. കേട്ടോ, ആ തെങ്ങുമത്തെ കായ്ഫലൊന്ന് കാണിച്ചു കൊടുത്താൽ ഇതേപോലെ എല്ലാ തെങ്ങും നല്ല കായ്ഫലുള്ള തെങ്ങ്, നല്ല ഉഷാർ തെങ്ങുകൾ. അതേപോലെ തന്നെ നമുക്ക് കുളം കണ്ടോ, കുളത്തിലൊക്കെ മീനിങ്ങനെ കാണണം നിങ്ങൾ. ഈ മീൻ കാണിച്ചു കൊടുത്താ കണ്ടോ, മീൻ കണ്ടില്ലേ നിങ്ങൾ? എന്താ അതിന്റെ ഭംഗി കണ്ടില്ലേ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ? അതേപോലെ തന്നെ പ്രിയപ്പെട്ട ഹബീബികളെ, നല്ലോണം ഇഷ്ടം പോലെ മീൻ നല്ല കരിങ്കല്ല്, വെട്ടുകല്ല്, കരിങ്കല്ല് കൊണ്ട് കേട്ടോ, നല്ല കല്ല് കൊണ്ട് പടുത്തുയർത്തിയ നല്ല കുളം. 10 ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് ഈ കുളം പടുത്തുയർത്തിയെന്നാ പറയുന്നത്. ഇഷ്ടംപോലെ മീനാണ്. 3 ലക്ഷം രൂപയ്ക്കുള്ള മീൻ വിൽക്കും ഒരു വർഷത്തിൽ എന്നാണ് ഇവർ പാർട്ടി പറയുന്നത്. 3 ലക്ഷം രൂപയ്ക്ക് കണ്ടോ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ, ഇനി നമുക്ക് എന്ത് ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ ഒരുപാട് ഇനി കാണാണ്ട്. അതേപോലെ തന്നെ പ്രിയപ്പെട്ട ഹബീബികളെ, നല്ലോണം ഇഷ്ടം പോലെ മീൻ നല്ല കരിങ്കല്ല്, വെട്ടുകല്ല്, കരിങ്കല്ല് കൊണ്ട് കേട്ടോ, നല്ല കല്ല് കൊണ്ട് പടുത്തുയർത്തിയ നല്ല കുളം. 10 ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് ഈ കുളം പടുത്തുയർത്തിയെന്നാ പറയുന്നത്. ഇഷ്ടംപോലെ മീനാണ്. 3 ലക്ഷം രൂപയ്ക്കുള്ള മീൻ വിൽക്കും ഒരു വർഷത്തിൽ എന്നാണ് ഇവർ പാർട്ടി പറയുന്നത്. 3 ലക്ഷം രൂപയ്ക്ക് കണ്ടോ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ, ഇനി നമുക്ക് എന്ത് ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ ഒരുപാട് ഇനി കാണാണ്ട്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ, ഇനി നമുക്ക് കാണേണ്ടത് പശു ഫാം ഉണ്ട് ഇവിടെ കണ്ടോ. പശു ഫാം കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇതൊക്കെ ഒന്ന് കാണുക. കാരണം എന്താ പറയുക, കാണാനുള്ളത് കാണണം. 5 പശു ഉണ്ട് നമുക്ക് കേട്ടോ. നമുക്ക് എങ്ങനെ പോയാലും ഒരു 10 ദിവസം കൂടുമ്പോൾ ഒരു 40,000 റുപ്യ ഡെയിലി, 4,000 റുപ്യ മുകളിൽ നമുക്ക് പാല് വിൽക്കുന്ന പറഞ്ഞു ഈ 5 പശുവിന് കണ്ടോ. ആ പശുക്കളെ എന്ന് കാണിച്ചു കൊടുത്താൽ അങ്ങനെ സുഗമസുന്ദരമായിട്ട് കടന്നുറങ്ങുന്ന പശുക്കൾ കണ്ടോ. അപ്പം അങ്ങനെ പശുക്കളുണ്ട്, മീനിൻ്റെ വരുമാനമുണ്ട്. അപ്പം നല്ല വരുമാനമുള്ള പ്രോപ്പർട്ടിയാണ്. മാത്രമല്ല ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ തെങ്ങ്, ഇതൊക്കെ കാണിച്ചു കൊടുത്താൽ തെങ്ങൊന്ന് കാണിച്ചു കൊടുക്കുക, തെങ്ങുകൾ കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ ഫുള്ള് തെങ്ങ്. അതിൻ്റെ ഇടയിൽ പഴയ കൊക്കോ കിക്കോ അങ്ങനെ പല ജാതി മാവ് അങ്ങനെയുള്ള വേറെ ഉണ്ട് കേട്ടോ അതിൽ കണ്ടോ. നമ്മളിപ്പോൾ ഫുള്ളായിട്ട് അതേ നടന്ന് കാണിച്ചു തരുന്നില്ല. കാരണം എന്താ പറയുക, ഒന്നാമത് വീഡിയോ നീണ്ടു പോവുള്ളൂ. വീട് 2700 സ്ക്വയർ ഫീറ്റാണ്. 5-6 ബെഡ്റൂമാണ്, വലിയ വലിയ ബെഡ്റൂം കണ്ടോ. കണ്ടോ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കും, ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കും. നമ്മുടെ വീട്ടിൽ കാവലിക്കാരനാണത് കണ്ടോ. എന്താ അവൻ്റെ ഒരു കടത്തം കണ്ടില്ലേ, എന്താ അവരുടെ സ്നേഹം കണ്ടില്ലേ നിങ്ങൾ? കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ, ഒരു താത്ത അതിൻ്റെ എല്ല് കുടുങ്ങിയിട്ട് പറഞ്ഞെടുത്തത് നായയുടെ. അപ്പം എന്താ നായൻ്റെ സ്നേഹം. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, എങ്ങനെ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതാണോ ആ വീടിൻ്റെ ഭാഗത്തേക്ക് നോക്കി കണ്ടോ. പ്രിയപ്പെട്ട ഹബീബികൾ കാണണം. കട്ടയൊക്കെ വിരിച്ച് വീടും വീടിൻ്റെ കോമ്പൗണ്ടൊക്കെ ഒന്ന് കാണീൻ്റെ ഹബീബി കണ്ടോ. ഓപ്പൻ കിണർ അന്ന് അവിടെ നിന്ന് കാണിച്ചു കൊടുക്കും. കാരണം എന്താ, ഫുള്ള് കാണിച്ചു കൊടുക്കാനുള്ള സമയം നമുക്കില്ല കണ്ടോ.
കാണുന്ന ഹബീബിങ്ങളെ ഇതാ കേട്ടോ. ആ ഇങ്ങോട്ട് പോരെ, ബാക്കിൽ ഇനി കുറച്ച് സ്ഥലം കാണിച്ചു കൊടുക്കാണ്ട്. പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങളെ, എൻ്റെ ചാനൽ കാണുന്ന ബിസ്മി സൈദിൽ ബി എന്നുള്ള ഫേസ്ബുക്കിൽ ഫോളോവേഴ്സ് ആയിക്കോളും. ഇൻസ്റ്റാഗ്രാം ഉണ്ട് ബിസ്മി സൈദിൽ ബി എന്നുള്ളത് കേട്ടോ. സൈദിൽ ബി ബിസ്മി എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതൊന്ന് ഫോളോ അപ്പ് ചെയ്തോളൂ. കാണാത്തവരിട്ടാ പ്രിയപ്പെട്ട ഇടയ്ക്കൊക്കെ സമ്മാനം കൊടുക്കുന്നതാവും. തഹഞ്ഞ് വീടിൻ്റെ ഈ സൈഡിൽ നിന്ന് കാണിച്ചു കൊടുക്ക്, ആ സൈഡ് അവിടേക്ക് ഒന്ന് കാണിച്ചു കൊടുക്ക്. ഒറ്റ നോട്ടത്തിലെല്ലാം കാണിച്ചു കൊടുക്ക്. വീടിൻ്റെ ബാക്ക് കാണിച്ചു കൊടുക്ക്. വീടിൻ്റെ ബാക്ക് നമുക്കൊരു 10 സെന്റ് സ്ഥലം ഉണ്ട് കേട്ടോ. ഇതിലേക്ക് റോഡ് അപ്പുറത്ത് കൂടെ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ വീട് വെക്കാം. അപ്പുറത്തൊക്കെ വീടുകളാ അല്ലേ. ഈ 2 വീടിൻ്റെ കേട്ടോ, ഇതിൻ്റെ ബാക്കിൽ കാണാം 2 വീടാണ്. ഈ 2 വീടിൻ്റെ ഇടയിൽ ഒരു 10 സെന്റ് സ്ഥലം കിടക്കുന്നുണ്ട്. അതിലുണ്ട് ഒരു 3-4 തെങ്ങ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാൾക്ക് ഇതിൽ വീട് വെക്കുകയും ചെയ്യാം. കാരണം കുടുംബസമേതം താമസിക്കാം. ആ റോഡ് അപ്പുറത്ത് കൂടെ ഉണ്ട് കേട്ടോ. അതും കൂടി പറയണേ. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഉള്ളു കൂടെ. എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് കാർ പോർച്ചാണിത്. ഈ കാർ പോർച്ചിന് തന്നെയാണോ സിറ്റ് ഔട്ട്, വലിയൊരു സിറ്റ് ഔട്ടാണ് ഇത്. നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ ഇത് ഒരുപാട് കാണാനുണ്ട്. അതുകൊണ്ട് വേഗം ഒന്ന് ഓടിക്കണം. 6 ബെഡ്റൂം ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ജനൽക്കളികളൊക്കെ നോക്കണം. ജനലായാലും കട്ടലാണെങ്കിലും ഡോറാണെങ്കിലും ഒക്കെ മരത്തിൽ നല്ല തേക്കിൽ നല്ല കാതലോട് കൂടിയിട്ടുള്ള ചെയ്താണ്. ഇതാണ് സിറ്റിംഗ് ഹാള്. നല്ല വലിയൊരു ഹാള് കണ്ടോ, വലിയൊരു സിറ്റിംഗ് ഹാള് കണ്ടില്ലേ പ്രിയപ്പെട്ട ഹബീബുകളെ. ഈ ഹാള് കാണുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇനി എന്ത് ചെയ്യാം, പെട്ടെന്ന് നമുക്കൊരു ബെഡ്റൂമിൽ കിടക്കാം. ഇതേപോലെ 6 ഉണ്ട് കേട്ടോ. പണ്ട് വായമാക്ക ഗൾഫ് എന്ന് പറഞ്ഞ മാതിരി ഇതേപോലെ 6 നമ്മുടെ കുടിയിലുണ്ട് പറഞ്ഞില്ലേ. കണ്ടില്ലേ, ഇതേപോലെ 6 ബെഡ്റൂം ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സമയം നിങ്ങളുടെ കളയണ്ട, വേസ്റ്റ് ആക്കണ്ട വിചാരിച്ചിട്ടുള്ള പെട്ടെന്ന് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് മാസ്റ്റർ ബെഡ്റൂമോട് കൂടിയിട്ടുള്ള, അതേപോലെ തന്നെ ഫർണിച്ചർ ഉൾപ്പെടെ ഈ കാണുന്ന കട്ടില്, മേശ, കസേര തുടങ്ങിയ എല്ലാ ഫർണിച്ചറും ഉൾപ്പെടെയാണ് നമ്മുടെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞിട്ട്. ആർക്കും ഒന്നും കൊണ്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ടീപ്പോയി ഇവിടെ ഉണ്ട്, ചെയറുണ്ട്, സോഫ സെറ്റ് ഉണ്ട്, മറ്റുള്ള എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാ ഫർണിച്ചറും ഉൾപ്പെടെയാണ്. ഇതൊന്ന് കാണിച്ചത് ഈ പോലെ ആണോ, എന്താ അതിൻ്റെ ഭംഗി നോക്കുക. ആർച്ച് ചെയ്തതിൻ്റെ അന്ന് കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കുക. ഇതാ കണ്ടോ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ. ഞങ്ങണ്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ ഈ മേലൊക്കെ ഡിസൈനൊക്കെ കാണിച്ചു കൊടുക്കുക. എല്ലാ ഭാഗം ഒന്ന് കാണും. ഇതൊക്കെ നേരിട്ട് വന്ന് കാണുന്ന ആളുകൾ കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന മാതിരിയാവില്ല, ഒന്നും കൂടി പവർ കിട്ടും ആണല്ലോ. ഇനി ഒരു മാസ്റ്റർ ബെഡ്റൂം ഇവിടെ. അപ്പോൾ താഴത്തെ 2 ഇതൊരു ബെഡ്റൂം. AC ഉണ്ട് കേട്ടോ, മുക്കൈഫ് ഉണ്ട്, AC ഉൾപ്പെടെയാണ്. ഫർണിച്ചർ പറഞ്ഞാൽ എല്ലാം പെടും. അതേപോലെ തന്നെ ആ സൈഡിൽ കൊണ്ട് അലമാര സെറ്റ് ചെയ്തിരിക്കണം. ഒന്ന് കാണിച്ചു കൊടുക്കുക. കബോർഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കുക. എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കുക കണ്ടോ. കണ്ടോ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, റൂമിലുള്ള ഇതേമാതിരിയാണ് 6 റൂം കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 റൂം കണ്ടു. ഇനി നമുക്ക് കിച്ചൺ കാണാണ്ട്, വർക്ക് ഏരിയ കണ്ടു. ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് വർക്ക് ഏരിയയിലേക്ക് വരുന്നത് കേട്ടോ. കണ്ടോ ചെയർ കാര്യങ്ങളൊക്കെ ഉണ്ട്, വാഷ് ബേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ. ഇവിടെയാണ് നമുക്ക് വാഷ് ബേസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി മുകളിൽ പോയി കഴിഞ്ഞാൽ 4 റൂം മുകളിൽ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണാം. മേലെ 4 റൂമും ഒരു അറ്റാച്ച് ബാത്റൂമും ഉണ്ട്. ഇവിടെ ഒരു റൂമും ഒരു അറ്റാച്ച് ബാത്റൂമും ഉണ്ട്. ഇവിടെ സാധനങ്ങൾ വെക്കിയത് ഇത് ബാത്റൂം. ഇതൊരു വലിയ സിറ്റ് ഔട്ട്, ബാൽക്കണി. ഇത് ഒരു സിറ്റ് ഔട്ട്. ഇവിടുന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. തെങ്ങുമൊക്കെ നിറച്ച് തെങ്ങ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, 1 ഏക്കർ 3 സെന്റ് സ്ഥലമാണ് നമ്മുടെ പ്രോപ്പർട്ടി. 70 സെന്റ് സ്ഥലം നിലം. കാരണം സെപ്പറേറ്റ് ആ പശുവാമ നിൽക്കുന്ന സ്ഥലം, കുളമൊക്കെ നിൽക്കുന്ന ആ ഭാഗം. വീട് നിൽക്കുന്ന ഭാഗം 33 സെന്റ്. 33ഉം അതിൽ 70ഉം 1-3. അപ്പൊ ചിലപ്പോൾ ഇനി 1 ഏക്കർ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ചിലപ്പോൾ അങ്ങോട്ടൊക്കെ പോകുക എന്തെങ്കിലും ചെയ്തിട്ടേ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബുകൾ, 2700 സ്ക്വയർ ഫീറ്റ് ആണ് വീട് കേട്ടോ. 2700 സ്ക്വയർ ഫീറ്റ് ആണ് വീട്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, കുളം കണ്ടില്ലേ, അതിൽ വരുമാനം എന്താ പറയുക, കൊല്ലത്തിൽ 3 ലക്ഷം രൂപ മീൻ വിൽക്കുന്നുണ്ട്. പശു ഫാം
അതിലും മര്യാദ വരുമാനമുണ്ട്. കാരണം 10 ദിവസം കൂടുമ്പോൾ 40,000 റുപ്യക്ക് പാല് കൊണ്ടുപോയി വിൽക്കുന്നുണ്ട്. ഒരു ദിവസം 4,000 റുപ്യ മുകളിൽ പാലിന്റെ വരുമാനം ഉണ്ടെന്നാ പറഞ്ഞത്. മീനിന്റെ വരുമാനം വേറെ. അപ്പോൾ റിട്ടയർമെന്റ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നവർക്ക് പറ്റും. കാരണം എന്താ പറയുക, ഇങ്ങനെ ഒന്ന് അവരുടെ ശരീരം ഇളകും, നല്ലൊരു തൊടിയാണ്, സുഖസുന്ദരമായിട്ട് വന്നിരിക്കാം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയുന്നത്, പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ഒറ്റപ്പാലം ടൗണിൽ നിന്ന് 6.5 കിലോമീറ്റർ മാറി മുരിക്കുംപറ്റയിലാണ്, അമ്പലപ്പാറ പഞ്ചായത്തിലാണ്. ഇനി ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിന്റെ വില ഉദ്ദേശിക്കുന്നത് വലിയ വിലയായിരുന്നു. പക്ഷെ നമ്മളിപ്പോ ലാസ്റ്റ് ഫൈനൽ തീരുമാനം എടുത്തിട്ടുണ്ട്, ഒരു 1.10 കിട്ടിയാൽ കൊടുക്കാന്ന്. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അറിയിച്ചോളി. ഇൻഷാ അല്ലാഹ് ഫർണിച്ചർ ഉൾപ്പെടെയാണ്. ഇതിൽ എന്തൊക്കെ മുതലുകൾ കണ്ടുക്കണോ അതൊക്കെ ഉണ്ട്. CCTV ഉണ്ട്, AC ഉണ്ട്, എല്ലാ സൗകര്യം ഉണ്ട്. 2700 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബിയും ഇത് ഷെയർ ചെയ്യാൻ മറ്റുള്ള ഗ്രൂപ്പുകൾക്ക്. അടുത്തൊരു വീഡിയോ അത് പിന്നെ വാങ്ങുന്നവർ നമുക്ക് തരുന്നത് ഒറ്റ ശതമാനം കമ്മീഷനാണ്, ഒരേ 1% കമ്മീഷൻ. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഷെയർ ചെയ്യുന്ന വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും കുല്ലുക്കും മായസ്സലാം.